പാർട്ടീസിലെ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് അക്രിലിക് യാൺ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒത്തിരി ഇപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കിട്ടും, അതിൻ്റെ ലിങ്ക് ഉണ്ട്. എന്നാലും നമുക്കിത് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയും അതിനുള്ളൊരു സമയം മനസ്സും വേണം. ഒത്തിരി ക്ഷമയോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അലീനയ്ക്ക് എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിലൊക്കെ അറിയാലോ, അധികം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ അവർക്ക് സമയം പോകുന്നതിന് ഇതേപോലെയുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് അവർ കൂടുതലും ചെയ്യുന്നത്. ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഈ രൂപക്കൂട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകത കേട്ടോ. ഇത് നോക്കിയേ, നമ്മുടെ ലില്ലിച്ചെടി, ലില്ലിപ്പൂ അല്ലേ ഇത്. അതുപോലെ ഇത് നമ്മുടെ ആന്തൂറിയം വിഭാഗത്തിൽപ്പെട്ട വേറൊരു ചെടിയുടെ പൂവിൻ്റെത് ലില്ലിപ്പൂവ്. എനിക്കൊരു പേരൊന്നും അറിയില്ല, എങ്കിലും ഇതിനൊക്കെ ഒരു ഇതാണ് ക്രോഷേ കുക്ക് എന്നാണ് അതിന് പറയുക, ക്രോഷേ കുക്ക്. അത് ഉപയോഗിച്ചിട്ടാണ്, ആ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അക്രിലിക് യാൺ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി തരത്തിലുള്ള യാൺ കിട്ടും, നൂല് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് മഫ്ലർ അങ്ങനത്തെ സംഭവമൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എംബ്രോയിഡറി പഠിക്കുന്നു, അതുപോലെ മറ്റ് തയ്യലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തുന്നാനൊക്കെ പഠിക്കും, ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കില്ലേ, എന്നേപോലെ അതിൻ്റെ സ്റ്റിച്ചുകൾ നമുക്ക് ഓൺലൈനിൽ ട്യൂട്ടോറിയലായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് സമയമുള്ളവരും ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്കിതിന് വേണ്ടി വരും. അപ്പം നമുക്ക് സമയമുള്ളവർക്ക് സമയം എന്താ പറയുക ഉണ്ടാക്കിയൊക്കെ വയ്ക്കാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ച് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഇതേപോലെയുള്ള കടലാസ് ബുക്കുകളൊക്കെ ഉണ്ടാക്കും. ഇത് അവൾ തന്നെ ഉണ്ടാക്കിയതാണ്, പക്ഷേ ചെറുപ്പത്തിലെ എൻ്റെ ഒരു ഹോബി ഇത് തന്നെയായിരുന്നു. അപ്പം അതിനകത്തൊരു പ്രത്യേകത തോന്നി വേറെ ഒരു സംഭവമായിട്ടത്. അതിനകത്തെ കണ്ടോ, ഓരോ പൂവും നോക്കി. ഇതിനകത്ത് ഇത് കാണുമ്പോൾ നമുക്കൊരു പാവക്കുട്ടിയുടെ പോലെയല്ലേ തോന്നുക, നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് കണ്ണൊക്കെ ഒടിപ്പിച്ച്. പക്ഷെ അതേ ഇതിങ്ങനെയാണ് ഇതിലേക്ക് പൊക്കി കഴിഞ്ഞാൽ മാരിഗോൾഡിൻ്റെ ലുക്കായി. കണ്ടോ, നമ്മുടെ വെല്ലിപ്പൂവ്, ചെണ്ടുമല്ലിപ്പൂ എന്നൊക്കെ പറയുന്നത് കണ്ടോ. അത് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാവക്കുട്ടിയായി. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാർലിക്കുട്ടൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി കാറിലിട്ടിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നമുക്കൊരു വെറൈറ്റി തോന്നും. ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. നമ്മുടെ റിയൽ ആയിട്ടുള്ള പൂക്കളുടെ അതേ മനോഹാരിത തന്നെ ഉണ്ട് കേട്ടോ. വളരെ അപ്രീഷിയബിൾ ആണ്. ഞാൻ അലീനൂടെ എപ്പോഴും പറയുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അതുപോലെ ഇതേപോലെ ബോട്ടിൽ ആർട്ടുകളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബോട്ടിൽ ആർട്ട് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. അതുപോലെ മറ്റൊരു ഇതാണ് കേട്ടോ, ഒരു മോഡലാണിത്. റോസപ്പൂവാണ്, നമ്മുടെ പഞ്ഞ റോസ്, എല്ലാ റോസും ചേർന്ന കളറിൽ ഒരു ബൊക്കെ പോലെ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള റൗണ്ട് ഇതിലൊക്കെ നമുക്ക് വെച്ചിട്ട് ഡീപ്പോയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പം ഇതും നല്ല രസമുള്ള ഒരു സംഭവമാട്ടോ. ഓരോ പൂവിൻ്റെയും ഇതളുകൾ ഉണ്ടാവും, ഇതേപോലെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇതേപോലെ ഷേപ്പിൽ വരുത്താണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൂക്കളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം വളരെ എളുപ്പമാണ്. ഓരോ അല്ലിയും സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ ഈ ഒരു ഇത് വെച്ച് ഇതിങ്ങനെയായിട്ട് തിരിച്ചു കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഗ്രീൻ നൂലൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഇത് പൂവായി. അങ്ങനെയാണ് ഓരോ സംഭവവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭംഗി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അതുപോലെ അവളുടെ റൂമിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ അതൊന്ന് ഇനി മമ്മിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അയച്ചു തരാണെങ്കിൽ ഞാൻ അതും കൂടി ഇതിന് കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമായിരിക്കും കേട്ടോ.